സർക്കാർ പ്രഖ്യാപനങ്ങൾ വൈകുന്നുവെന്നാരോപിച്ച് വീണ്ടും പ്രതിഷേധവുമായി വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ വില്ലേജ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്ന് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, എന്താണ് ഇവർ വ്യക്തമാക്കുന്നത്? അടുത്ത മഴക്കാലം, ദുരിതം അതൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല, ദുരിതത്തിന് അറുതിയില്ല എന്നതാണോ? കഴിഞ്ഞ മഴക്കാലത്താണ് ഉരുൾപൊട്ടലുണ്ടായി വിലങ്ങാട് മേഖലയിൽ വലിയ നാശനഷ്ടം സംഭവിച്ചത്. ഇതിപ്പോൾ ഒരു വർഷം പിന്നിടുന്നു, അടുത്ത മഴക്കാലം എത്തിയിരിക്കുന്നു. പക്ഷേ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നാണ് നിലവിൽ ഇപ്പോൾ ഈ പ്രദേശവാസികൾ ആരോപിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധക്കാർ, ഈ പ്രദേശവാസികൾ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. ഇതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുണ്ട്. ദുരിതബാധിതർക്കുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നു, സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ വൈകുന്നു, സർക്കാർ പുറത്തിറക്കിയ ദുരിതബാധിതരുടെ ലിസ്റ്റിൽ അനർഹരായവർ കയറിക്കൂടിയിരിക്കുന്നു, അർഹരായവരുടെ പേരില്ല. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പ്രദേശവാസികൾ മുന്നോട്ട് വെക്കുന്നത്. ഇത്തവണയും മഴ കനത്തതോടെ ഈ വിലങ്ങാട് മേഖലയിൽ നിന്ന് 100ഓളം പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വലിയ ദുരിതത്തിലൂടെയാണ് വിലങ്ങാടുള്ളവർ കടന്നു പോകുന്നത്. ഇതിൽ ഉടനടി ഒരു പരിഹാരം വേണം എന്നതാണ് ഇവരുടെ ആവശ്യം. അനുജ, അതാണ് വിലങ്ങാട് ദുരിതബാധിതരാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്.